നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സീതപ്പഴം, വളരെ മോഹവരിയുള്ള സീതപ്പഴം കസ്റ്റാർഡ് ആപ്പിൾ എന്നും ആത്തച്ചക്ക എന്നുമാണ് അറിയപ്പെടുന്നത്. വളരെ വെള്ള നിറമുള്ള ഈ സീതപ്പഴം കഴിച്ചാൽ ഏറ്റവും നല്ല പ്രതിരോധശേഷിയും ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുന്നു. വേനൽക്കാലത്തും നട്ട് പിടിപ്പിക്കാവുന്ന, വേനൽക്കാലത്താണ് കൂടുതൽ ഇതിന് നല്ല രീതിയിൽ കായ്ക്കുന്നത്. നട്ടതിന് ശേഷം ഇലകൾ വന്നതിന് ശേഷം വർഷത്തിൽ 2-3 തവണ ഇങ്ങനെ നല്ല രീതിയിൽ ജൈവവളങ്ങളും മറ്റും കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് പടർന്ന് പന്തലിക്കും. ഇതിനായി നമ്മുടെ അടുക്കള മാലിന്യമായ വെളുത്തുള്ളിത്തോലും മറ്റും പച്ചക്കറി അരിയുന്ന വേസ്റ്റായാലും പുളിപ്പിച്ച കഞ്ഞവളം ഉൾപ്പെടെ ചാമ്പലും ഉൾപ്പെടെ ഇതിനെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ചുവട്ടിൽ കൊടുത്താൽ, ചുവട്ടിൽ നിന്ന് 2 അടി മാറ്റി ചെറിയ രീതിയിൽ മണ്ണൊക്കെ മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ ഇത് പടർന്ന് പന്തലിക്കും. പണ്ട് കാലങ്ങളിൽ മിക്ക വീട്ടുകളിലും ഇത് ധാരാളമായി ഉണ്ടായിരുന്നു. നാട്ടിൻ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന ബ്ലാത്തിക്ക മരമെന്നാണ് അത് കൂടാതെ അറിയപ്പെടുന്നത്. പ്രതിരോധശേഷി ഏറ്റവുമുള്ള വിറ്റാമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റ് എന്നിവ അടങ്ങിയതിനാൽ രോഗപ്രതിരോധശേഷി ഇതിനെ വർദ്ധിപ്പിക്കുന്നു. ദഹനത്തിനടങ്ങിയ നാരുകൾ ധാരാളം അടങ്ങിയതിനാൽ ഇതിന് നമ്മുടെ വയറ്റിലെ ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനും ഏറ്റവും നല്ലതാണ്. കൂടാതെ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ എ, B6 എന്നിവ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഗർഭകാലത്തെ മരം പുരട്ടൽ കുറയ്ക്കാനും ഏറ്റവും നല്ലതാണ് ഈ സീതപ്പഴം കഴിക്കുന്നതിലൂടെ. വിറ്റാമിനായ B6 അടങ്ങിയിരിക്കുന്നതിനാൽ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും തലച്ചോറിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഇത് ഏറെ സഹായിക്കുന്നു. പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു. സീതപ്പഴത്തിൻ്റെ കുരുവിൽ നിന്നുള്ള ഘടകങ്ങൾ ജൈവ കീടനാശിനി നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. കൂടാതെ തലമുടിയുടെ ആരോഗ്യത്തിന് എണ്ണയിൽ ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. പ്രമേഹ രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇത് കഴിക്കരുത്. ഇതിൻ്റെ ഉയർന്ന ഗ്ലൈസിമിക് സൂചിക കാരണം പ്രമേഹമുള്ളവർക്കിത് വളരെയേറെ ദോഷകരമായേക്കാം. നമ്മുടെ നാട്ടിൽ പട്ടികളുടെ ശല്യം കാരണം രൂക്ഷമായിരിക്കുകയാണ്. പട്ടികൾ പെറ്റുപെരുകുകയാണ്. തെരുവ് നായകളെ നിയന്ത്രിക്കാൻ സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ് എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കും വാഹനത്തിൽ 2 വീലർ പോകുന്നവർക്കും വളരെ അപകടം തന്നെയാണ് ഈ തെരുവ് നായകളുള്ളത്. ഇത് സ്കൂളുകൾ, ആശുപത്രികൾ ഉൾപ്പെടെ പൊതുവിടങ്ങളിൽ നിന്ന് നായകളെ നീക്കണം. പിടികൂടുന്നവയെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയും വേണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. നായകൾ കയറാതിരിക്കാൻ പൊതുസ്ഥാപനങ്ങളിൽ വേലികൾ സ്ഥാപിക്കണം. 2 ആഴ്ചയ്ക്കുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരുകളും നടപടി സ്വീകരിക്കണം. 8 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകുകയും വേണം. ദേശീയപാതകൾ, സംസ്ഥാന പാതകൾ എന്നിവയിലെ കന്നുകാലികളെ നീക്കുകയും ചെയ്യണം. ഇതിനായി പ്രത്യേക പെട്രോളിംഗ് സംഘങ്ങളെ നിയോഗിക്കണം. കന്നുകാലികളെ ഉൾപ്പെടെ പിടികൂടി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം. വീഴ്ച വരുത്തിയാൽ ഗൗരവമായി കാണുമെന്നാണ് മുന്നറിയിപ്പ്. സുപ്രീം കോടതിയുടെ പ്രധാന ഉത്തരവുകളാണ്. നായ്ക്കളാണ് നമ്മുടെ പ്രദേശത്തെ ഏറ്റവും വലിയ ശല്യം. കുട്ടികളെക്കുമാണ് ഏറ്റവും വലിയ ദോഷമായി സംഭവിക്കുന്നത്.